ഈ കർക്കിടക മാസത്തിലും മഴക്കാലത്തും രോഗപ്രതിരോധ ശക്തി കൂട്ടാനും ദേഹരക്ഷയ്ക്കും എല്ലുകൾക്ക് ബലം കൂട്ടാനും പറ്റിയ നല്ലൊരു എള്ളുണ്ടയുടെ റെസിപ്പിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. എല്ലാവരും എള്ളുണ്ട തയ്യാറാക്കിയിട്ടുണ്ടാകും. എന്നാൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തു നോക്കാട്ടോ. അപ്പോൾ എള്ളുണ്ട തയ്യാറാക്കാനായിട്ട് ഒരു അടി കട്ടിയുള്ള പാത്രം തന്നെ എടുക്കണം. എന്നിട്ട് 200 ഗ്രാം എള്ളാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഇതിപ്പോൾ നല്ലതുപോലെ കഴുകി അതിലെ അഴുക്കെല്ലാം നല്ലതുപോലെ കളഞ്ഞ് ഒരു അരിപ്പയിൽ വാർത്ത് വെച്ചിട്ടുള്ള എള്ളാണിത്. എന്നിട്ട് ഈ എള്ളെല്ലാം നല്ലതുപോലെ വറുത്തെടുക്കാം. ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. എള്ള് 2 തരമുണ്ടല്ലോ, അതായത് കറുത്ത എള്ളും അതേപോലെ തന്നെ വെളുത്ത എള്ളുമുണ്ട്. എങ്കിലും കറുത്ത എള്ളിനാണ് കൂടുതൽ ഗുണങ്ങൾ ഉണ്ടാവുക. ഇപ്പോൾ എള്ളെല്ലാം നല്ലതുപോലെ ചൂടായി പൊട്ടി വരുന്നുണ്ട്. നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ചൂടാക്കേണ്ടത്. അപ്പോൾ എള്ളെല്ലാം പാകമായി വന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് അതേ ചട്ടിയിലേക്ക് തന്നെ കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ പച്ച കപ്പലണ്ടിയാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊന്ന് വറുത്തെടുക്കാം. നിങ്ങൾ വറുത്ത കപ്പലണ്ടിയാണ് എടുക്കുന്നതെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ കപ്പലണ്ടി എല്ലാം നല്ലതുപോലെ വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതും ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം കുറച്ച് തേങ്ങ ചിരകിയതും കൂടെ ഈ ചട്ടിയിലേക്ക് ചേർക്കാം. എന്നിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇതിലെ വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കണം. തേങ്ങ ചിരകിയതും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു രുചിയാണ് നമ്മുടെ എള്ളുണ്ടയ്ക്ക് കിട്ടുന്നത്. അപ്പോൾ തേങ്ങയിലെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതും ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമുക്ക് കശുവണ്ടിയും ബദാമും ചേർക്കാവുന്നതാണ്. അങ്ങനെ നട്ട്സ് ഒരുപാട് ചേർക്കുമ്പോൾ നമ്മുടെ എള്ളുണ്ടയുടെ സ്വാദ് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഒരുപാട് നട്ട്സ് ചേർക്കുന്നത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ശർക്കരയാണ്. ഞാനിപ്പോൾ 5 ശർക്കര ബെല്ലം എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കാം. ശർക്കരയ്ക്ക് പകരം നമുക്ക് കരിപ്പട്ടി എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ വറുത്തെടുത്തിട്ടുള്ള സാധനങ്ങളെല്ലാം ചൂടാറി വന്നിട്ടുണ്ട്. ഇനി അതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ എള്ള് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് പൊടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതായത് എള്ള് ജസ്റ്റ് ഒന്ന് കടിക്കാൻ പാകത്തിന് എടുക്കണം. അതിനുശേഷം കപ്പലണ്ടിയാണ് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ അതും ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി നമുക്ക് അരിച്ചൊഴിക്കാം. അപ്പോൾ ശർക്കരപ്പാനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നമ്മളിത് അരിച്ചെടുക്കുമ്പോൾ അതിലെ കല്ലും മണ്ണും എല്ലാം മാറ്റി കിട്ടുന്നതാണ്. ഇനി ഈ ശർക്കരപ്പാനി ഒന്ന് തിളച്ച് കട്ടിയായി വരുമ്പോൾ നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന ചേരുവകളെല്ലാം ഇതിലേക്ക് ചേർക്കാം. ഓരോന്നും നമ്മൾ ചേർത്തിട്ട് ഇളക്കി കൊടുക്കണം. അതാകുമ്പോൾ നല്ലതുപോലെ മിക്സായി കിട്ടും. ഇനി കപ്പലണ്ടി പൊടിച്ചതും കൂടെ ചേർത്തിട്ട് ചെറിയ തീയിൽ ഇത് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് പുരട്ടിയിട്ട് അതെല്ലാം ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ചൂടോടുകൂടി തന്നെ ചെറിയ ബോൾസുകളാക്കി എടുക്കാം. ഇതേപോലെ എല്ലാം നമുക്ക് ഉരുട്ടിയെടുക്കാം. ചെറിയ ചൂടോടുകൂടി തന്നെ നമ്മൾ ഇതെല്ലാം ഉരുട്ടിയെടുക്കുമ്പോഴാണ് നല്ല ഷേപ്പിൽ തന്നെ ഇത് കിട്ടുന്നത്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു എള്ളുണ്ടയാണിത്. ഈ ഒരു കർക്കിടക മാസത്തിൽ ഇതേപോലെ ഒരു എള്ളുണ്ട തയ്യാറാക്കി കഴിച്ചു നോക്കാട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. സോ താങ്ക് യു.